തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി അടിയന്തരമായി ചർച്ച ചെയ്യുക എന്നതാണ് ഇപ്പോൾ മന്ത്രിതല തീരുമാനമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. പ്രധാനമായി 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ടും 27-ാം തീയതി പുലർച്ചെ പ്രധാന വെടിക്കെട്ട് നടക്കേണ്ടതായിരുന്നു. ഇപ്പോൾ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മുഴുവൻ വെടിക്കോപ്പുകളും ഇന്നലെ തന്നെ കത്തി നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടി ഇനി, അതായത് വെടിക്കെട്ട് നടത്തുക എന്ന നീക്കം ഇനി ഒരു പക്ഷേ ആ തലത്തിലുണ്ടാകില്ല. പക്ഷേ അതേസമയം തന്നെ പാറമേക്കാവിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉള്ളത് പ്രധാനമായും പാലക്കാടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരുകളുടെ തീരുമാനത്തിന് കാക്കുകയാണ് പ്രധാനമായും. തൃശ്ശൂർ പൂരം ഇനി എങ്ങനെ നടത്തണമെന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനമായും മേൽനോട്ടത്തിലായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോവുക. അടിയന്തരമായി ഇന്ന് യോഗം വിളിച്ചു ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ദേവസ്വം മന്ത്രി VM വാസവൻ ഉൾപ്പെടെയുള്ളവർ തൃശ്ശൂരിലുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്, മന്ത്രി K രാജനുണ്ട്. ഇത്തരത്തിൽ മന്ത്രിതല ചർച്ച നടക്കുമെന്ന് മുഖ്യമന്ത്രി അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ മന്ത്രിതല ചർച്ചയ്ക്കും അതുപോലെ തന്നെ ദേവസ്വങ്ങളുമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ തൃശ്ശൂർ പൂരം ഇനി എങ്ങനെ നടത്തും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഏതായാലും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു നിർദ്ദേശം നൽകട്ടെ എന്നതാണ്. പ്രധാനമായും വലിയ രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ടായിരിക്കുന്നു, നിരവധി പേർ മരിച്ചിരിക്കുന്നു, ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഈ ദുരന്തം സംഭവിച്ച പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായ നിർദ്ദേശപ്രകാരം എടുക്കാൻ കഴിയൂ എന്ന നിലപാട് തന്നെയാണ് തിരുവമ്പാടി ദേവസ്വം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വം ഈ പാറമേക്കാവ് ദേവസ്വമായി ഇക്കാര്യം ചർച്ച ചെയ്യും. അത്തരത്തിലുള്ള ഒരു തിരക്കിട്ട ചർച്ചകളും എങ്ങനെ തൃശ്ശൂർ പൂരം പോലെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പൂരം ഇനി എങ്ങനെ ഈ ദിവസങ്ങളിൽ, വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ 24-ാം തീയതിയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിന് നടക്കുമോ എന്നതാണ് ഇപ്പോൾ ആശങ്ക. തിരുവമ്പാടി ഭാഗത്ത് ഒന്നും തന്നെ ബാക്കിയില്ല. അതായത് വെടിക്കോപ്പുകൾ പൂർണ്ണമായും കത്തിനശിച്ചിരിക്കുന്നു. രണ്ട് വെടിക്കെട്ടിന് സൂക്ഷിച്ചിരുന്ന, പ്രധാന വെടിക്കെട്ടിനും അതുപോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ടിനും സൂക്ഷിച്ചിരിക്കുന്ന 2 വെടിക്കോപ്പുകൾ മുഴുവൻ പൂർണ്ണമായും കത്തിനശിച്ചിരിക്കുന്നു. ഇനി പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കൈവശം മാത്രമാണ് വെടിക്കോപ്പുകൾ ഉള്ളത്. പക്ഷേ ഇനി തുടർ നടപടികൾ എങ്ങനെയെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും എടുത്തിട്ടില്ല. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ രാമനിലയത്തിലുണ്ട്. അല്പസമയത്തിനകം തന്നെ അവരുടെ പ്രതികരണം നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.